ഹായ്, നമ്മളിന്ന് തേങ്ങാപ്പാലൊഴിച്ച് മാങ്ങയിട്ട് വയ്ക്കുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരു 1/2 കിലോ വേളൂരി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് വെട്ടി വൃത്തിയാക്കി കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാങ്ങ ഇടാനായിട്ട് ഒരു മീഡിയം സൈസ് മാങ്ങയാണ് ഞാൻ വൃത്തിയാക്കി കഴുകി എടുത്തേക്കുന്നത്. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ഈ മാങ്ങ എടുത്തേക്കുന്നത്. മാങ്ങ കലങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി പാലാണ് പിഴിഞ്ഞ് മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിതിന് ആവശ്യമായ സവാള, ഇഞ്ചിയും പച്ചമുളകും എല്ലാം എടുത്തു വയ്ക്കാം. ഇതിൻ്റെ അരപ്പിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, ഇതെല്ലാം കൂടി നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്ത് മാറ്റി വെക്കാം. അതവിടെ ഇരുന്നൊന്ന് കുതിർന്ന് വരട്ടെ. അപ്പോൾ കറിക്ക് ഇത്തിരി കൊഴുപ്പ് കിട്ടും. അതാണ് നമ്മളിത് കുതിർത്ത് മാറ്റിയത്. എന്നിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 പിഞ്ച് ഉലുവയിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി പച്ചമുളക് എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും എല്ലാം നന്നായിട്ടൊന്ന് വാടി മൂത്ത് വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഈ കുതിർത്ത് വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ, എന്ന് വെച്ചാൽ സിമ്മിൽ വെച്ചിട്ട് വേണം ഈ അരപ്പ് മൂപ്പിക്കാൻ. ഇല്ലെങ്കിൽ നമ്മുടെ അരപ്പ് കരിഞ്ഞു പോകും. അതിൻ്റെ എണ്ണയെല്ലാം ഒന്ന് നന്നായിട്ട് തെളിഞ്ഞു വരണം. അതിൻ്റെയും പച്ചമണമൊക്കെ മാറി വന്നു കഴിയുമ്പോൾ നമ്മൾ അടിച്ചെടുത്ത് വെച്ചിരുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. ആവശ്യമുള്ള ഉപ്പും കൂടി നമുക്കിതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കറിക്ക് മാങ്ങയാണ് നമ്മളിനി ചേർക്കാൻ പോകുന്നത്. അരിഞ്ഞു വെച്ചിരുന്ന മാങ്ങയെല്ലാം നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കാം. എന്നിട്ട് നമ്മുടെ കറി ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരണം. അപ്പോഴേക്കാണ് നമ്മൾ ഈ മീൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് വേളൂരി മീനായതുകൊണ്ട് വളരെയധികം വേവ് കുറവാണിതിന്. മറ്റുള്ള മീനെ അപേക്ഷിച്ച് അത്രയും വേവൊന്നും ഇതിന് ഇല്ല. അപ്പോൾ നമ്മൾ ആ കറി ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഏകദേശം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒന്ന് ഇളക്കി വെക്കാം. മാങ്ങയും മീനും എല്ലാം കൂടി ഒന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല തിക്കായ ചാറാണ്. നല്ല പച്ച മീനായതുകൊണ്ട് നല്ല രുചിയുള്ള കറിയായിരിക്കും. അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കി കൊടുക്കണം. ഉപ്പില്ലെങ്കിൽ നമുക്ക് അല്പം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു തുണി പിടിച്ച് നമ്മുടെ ചട്ടി ഒന്ന് കറക്കി കൊടുക്കണം. അതിനോടൊപ്പം നമ്മളുടെ കറിവേപ്പിലയും അതിനകത്ത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കണം. പച്ച കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല മണവും രുചിയും കൂടുന്നത്. അപ്പോൾ നമ്മുടെ വേളൂരി മാങ്ങ പാൽക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് പകർത്തിയെടുക്കാം.